പപ്പടം മേടിക്കാൻ കടയിൽ പോയ അച്ഛൻ ഇത്തവണ മാറിപ്പോയി മക്രോണി മേടിച്ചോണ്ടാണ് വന്നത്. അതൊരു കണക്കിന് നന്നായി. എനിക്കൊരു ചെറിയ പരീക്ഷണം ആകുമല്ലോ. അതിനിടയ്ക്കാണെങ്കിൽ കാത്തുക്കുട്ടൻ ഭയങ്കര ബഹളവും എന്നെ സഹായിക്കാനാണ് ഈ അടുക്കളയിൽ വരവേ. കഴിക്കാൻ കൊടുത്ത മാതള നാരങ്ങ ചെത്തിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആശാട്ടി ഒരു ഓട്ടം. അപ്പം ഞാൻ ഈ മക്രോണിയെ വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. പിന്നീട് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ വഴറ്റി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് നന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. കാത്തുക്കുട്ടന് കൊടുക്കുന്നതുകൊണ്ട് വേറെ ഒന്നും തന്നെ ഞാൻ ചേർത്തില്ല. കുറച്ച് തക്കാളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് യോജിപ്പിച്ചു. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. വേറെ മസാലയായിട്ട് ഒന്നും തന്നെ ചേർക്കേണ്ടി വന്നില്ല. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി നമ്മൾ തയ്യാറാക്കിയ ഗ്രേവിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പം ചൂടോടെ തന്നെ കാത്തുക്കുട്ടന് കഴിക്കാനായിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു. അവളും കളിച്ചുകൊണ്ട് മുകളിലിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്കും ആൾ ഭയങ്കര കളിയാണ്. അപ്പം ഇത് കണ്ട ഉടനെ ഓടി വന്നു. ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു കേട്ടോ കാഴ്ചയിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ മാറി മാറി കഴിച്ചു. അപ്പം കാത്തുക്കുട്ടൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു പുളിപ്പ്, തക്കാളിയുടെ ഒരു പുളിപ്പും എല്ലാം അതിലുണ്ടായിരുന്നു. കാത്തുക്കുട്ടന് മാത്രമല്ല ഇഷ്ടമായത് കേട്ടോ. അതേ മണം പിടിച്ച ഒരാളും കൂടെ വന്നിട്ടുണ്ടേ. ആൾ ഗർഭിണിയാണേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.